ഇടയ്ക്കയും കൊമ്പും ഇലത്താളവുമെല്ലാം വളയിട്ട കൈകൾക്ക് വഴങ്ങില്ലെന്നാണെങ്കിൽ തെറ്റി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പഞ്ചവാദ്യ മത്സരത്തിൽ പെൺതിളക്കം. ഹൈസ്കൂൾ വിഭാഗത്തിൽ കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ആൺകോയ്മയ്ക്ക് മുകളിൽ കൊട്ടിക്കയറിയത്. പഞ്ചവാദ്യ വേദിയിലെ 13 സംഘങ്ങളിൽ 12 ആൺകുട്ടികളായപ്പോൾ മേളപ്പെരുക്കത്തിൽ മികച്ചു നിന്നതും ഈ മിടുക്കികൾ തന്നെ. സാധാരണ കൊട്ട് ബോയ്സ് അങ്ങനെ അതൊരു മനസ്സിലങ്ങനെ ഒരു ഇതാണ്, അതൊരു സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നതാണ്. അങ്ങനെ നമുക്കും ചെയ്യാൻ കഴിയും, നമുക്കും എന്ത് ചെയ്യാം, അങ്ങനെ തെളിയിക്കുന്നതാണ്. 3-ാം കാലത്തിൽ തുടങ്ങി 4-5 കാലം പിന്നിട്ട് ത്രിപുരയിൽ കൊട്ടിക്കലാശിച്ച മേളം സദസ്സിനെ ആവേശത്തിലാക്കി. മദ്ദളത്തിൽ ദേവ്ന, ഇടയ്ക്കയിൽ ദുർഗ, കൊമ്പിൽ ദിയ, ഇലത്താളത്തിൽ സിയോണയും അനേഖയും, തിമിലയിൽ ഇഷാനികയും ജൊഹാനയും അമരക്കാരായപ്പോൾ മേളത്തിന് താളമിട്ട് കാണികളും കൂടെ കൂടി. അപ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചൊരു അരമണിക്കൂർ പഠിപ്പിച്ച് പിന്നെ അതിന് സ്പീഡാക്കി ഒരു 19 മിനിറ്റ് കൊണ്ട് തീർക്കും. കുട്ടികളെല്ലാം ആക്റ്റീവാണ്. ക്ലാസ് വെച്ച് എപ്പോഴും വരും. കേരളത്തിന് ലോക ഭൂപടത്തിൽ വിലാസമുണ്ടാക്കി കൊടുത്തതിന് പഞ്ചവാദ്യത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ HS വിഭാഗത്തിലെ പഞ്ചവാദ്യത്തിൽ ആവേശക്കടലാക്കി മാറ്റിയത് ഈ മിടുക്കി കുട്ടികൾ തന്നെ. ക്യാമറാമാൻ അനൂപിനൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.